ഇത്രമാത്രം ഒരു സൂപ്പർമാനാണോ ജേക്കബ് തോമസ്? അദ്ദേഹം വന്നാൽ ഇത്തരം സംവിധാനങ്ങൾ കൊടുത്താൽ കേരളത്തിലെ വിജിലൻസ് സംവിധാനം കൃത്യമായാൽ ഈ അഴിമതികളെല്ലാം അവസാനിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ അത് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ ഒരു കാര്യം, ജേക്കബ് തോമസിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ജേക്കബ് തോമസ് KTDFC ചെയർമാൻ MD ആയിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം സ്വകാര്യ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ പോയി. അതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം വന്നു. വിജിലൻസ് അന്വേഷണം വന്ന സമയത്ത് തന്നെ അദ്ദേഹം ആ പണം തിരിച്ചടയ്ക്കുന്നു. ഇപ്പോഴാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ആ ഫർദർ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നു ഈ സോളാർ പാനൽ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി. അപ്പോൾ അത് ഇനി ഒരു സാഹചര്യത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരാൾ ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ കോടതി ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ സാമാന്യം നിങ്ങൾ പുറത്തിറങ്ങി വലിയ ന്യായങ്ങളും നാടക ഡയലോഗുകളുമാണ് പറയുന്നത്, ഇല്ലേ? പിന്നെ ചുവന്ന കാർഡ് കാണിക്കുന്നു, മഞ്ഞ കാർഡ് കാണിക്കുന്നു, തത്തെ പിടിക്കുന്നു, തത്തെ തുറന്നു വിടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. സാമാന്യ ബുദ്ധിക്കുള്ള ആൾക്കാരും ഇതേ ചോദ്യം ചോദിക്കും. ഞാൻ മാർഷലിനെതിരെ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ന്യായമായ രീതിയിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ ചോദിക്കും, നിങ്ങൾ ഇതേപോലൊരു അഴിമതി കേസല്ലേ നടത്തിയിരിക്കുന്നത്? സാങ്കേതികത്വം പറഞ്ഞാണ് പലരെയും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം മലബാർ സിമൻസിൻ്റെ MD പത്മകുമാർ കേവലമായ ടെക്നിക്കാലിറ്റീസിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വിജിലൻസിൻ്റെ പല കേസുകളും പെട്ട് ഇപ്പം പാം ഓയിൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും അറിയേണ്ട കാര്യം, പാം ഓയിൽ കേസുമായി ബന്ധപ്പെട്ട് സക്കറിയ മാത്യു, PJ തോമസ്, ഇവർ രണ്ടുപേരും ഇവരുടെ പേരിൽ ഈ അഴിമതി ആരോപണം വന്നിരിക്കുന്നത് കേവലമായ സാങ്കേതിക കാരണങ്ങൾ. അവർക്കതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല, ഉണ്ടെന്ന് ഒരിടത്ത് പോലും പറയുന്നില്ല. പക്ഷേ വകുപ്പ് തലവന്മാരെന്നുള്ളതിൽ അവരതിനകത്ത് പെട്ടുപോകുന്നതാണ്. ഇങ്ങനെ സാങ്കേതികമായ കാരണങ്ങളുടെ പേരിലാണ് പലപ്പോഴും വിജിലൻസ് കേസെടുക്കുന്ന ഒരു നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജേക്കബ് തോമസിനെ പോലെ ഇത്രയും ആദർശം പറയുന്ന ഒരാൾ ജേക്കബ് തോമസ് പൊതുസമൂഹത്തോട് പറയേണ്ടതാണ്, ജേക്കബ് തോമസ് എന്തുകൊണ്ട് ഇങ്ങനെ ഈ 2 കേസിൽ പെട്ടു. ഈ ഒരു ആക്ഷേപം പല സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്. അത് ഒരു മാധ്യമപ്രവർത്തനം വന്നേ ഉള്ളൂ. രണ്ടാമത് DB ബിനു പറഞ്ഞ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ അങ്ങേക്ക് അത് കൃത്യമായി എതിർക്കാം, അതിനകത്ത് മറുപടി കൊടുക്കാം. അതോടൊപ്പം നമ്മൾ മുദ്രാവാക്യങ്ങളിൽ പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണമെന്നുള്ള ഒരു അഭിപ്രായത്തോട് അങ്ങ് യോജിക്കുമല്ലോ സ്വാഭാവികമായി? തീർച്ചയായുമാണ്. പക്ഷേ ഞങ്ങളുടെ ഗവൺമെൻറ് കയറിയിട്ട് നാമപാത്രമായ സമയമേ ആയുള്ളൂ. ഒരു ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ കാലയളവ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാനും പെർഫെക്റ്റ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നതിനും പറ്റിയ സമയക്രമമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാൾ അംഗീകരിക്കും. ആ സർക്കാരിൻ്റെ പ്രഥമ ദശയിലാണ് എല്ലാം അറിയാവുന്ന ശ്രീ ബിനുവിനെ പോലുള്ളവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മെൻ വേണ്ടേ? ഞാൻ നിസ്സാരമായൊരു കാര്യം പറയാം. വിവിധ സ്റ്റേഷനുകളിലേക്ക് CIമാരെ ട്രാൻസ്ഫർ ലിസ്റ്റ് ഇറങ്ങിയത് തന്നെ വിജിലൻസ് എന്നുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റി. കാര്യം വിജിലൻസിൽ തന്നെ തുടരാൻ പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനെ പോലും, ഒരു CI പോലും, വിജിലൻസിൽ എന്തെങ്കിലും ഒരിക്കൽ പോയിട്ടുള്ള ഒരു CI പോലും ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് ആദ്യം വന്നു, പിന്നീട് ആ പരാതി വന്നപ്പോൾ അവിടെ മെന്നില്ല, ഫോഴ്സില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റിയത് അവിടെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ജേക്കബ് തോമസിനോട് ഞങ്ങൾക്ക് ശത്രുതാപരമായ നിലപാടില്ല. എന്നാൽ സാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ പറയുന്നു ജേക്കബ് തോമസ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സിവിൽ സർവീസ് ഓഫീസർമാരിൽ ഒരാൾ മാത്രമാണ്. സർക്കാരിൻ്റെ നിലപാടുമാണ്. സർക്കാരിൻ്റെ നിലപാട് അഴിമതിക്കെതിരായ നിലപാടാണ്. ഞാൻ ചോദിക്കട്ടെ, ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സർവീസിലില്ലായിരുന്നു, ഞങ്ങളുടെ ഈ മാനിഫെസ്റ്റോ ഈ നടപടിയുമായി മുമ്പോട്ട് പോയില്ലായിരുന്നു. അതങ്ങനെ തന്നെ പോകുമല്ലോ. ഞങ്ങൾക്ക് A or B എന്നതല്ല പ്രശ്നം. ഒറ്റമിനിറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ EP ജയരാജൻ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പിന്നെ ഈ വ്യവസായ വകുപ്പ് മാഫിയയുടെ കയ്യിലാണ്, എന്നെ കൊല്ലാൻ വരെ ശ്രമം നടത്തിയെന്ന് പറഞ്ഞു. പിന്നെ 17-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി 4 ദിവസമായിട്ട് നിങ്ങളുടെ ഗവൺമെൻറ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്തു? ശരി, ഞാനത് പറയട്ടെ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ അല്ലേ? അതെടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം അത് പ്രധാനപ്പെട്ടതാണെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഞാനതാ പറയുന്നത്. നടപടി രണ്ടാമത് ചർച്ച ചെയ്യാം. 24 മണിക്കൂർ ചെയ്യാം. അല്ല, ഞാൻ ഒറ്റ കാര്യം പറയാം. അതിനകത്ത് വ്യാഖ്യാനിച്ചെല്ലാമാണ് വിജിലൻസ് ആരുടെ നിയന്ത്രണത്തിലല്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം ഒരു വിജിലൻസിനെ ആരാണ് നിയമിക്കുന്നത്. അതിലൊക്കെ ഇത് പറയുമ്പോൾ ഓർക്കണം, DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വേണമായിരുന്നു വിജിലൻസ് ഡയറക്ടർ. പക്ഷേ ADGPയെ നിയമിച്ച ചരിത്രമുണ്ട്. ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ തെറ്റുകളെ ന്യായീകരിക്കാൻ വന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. റഹീം ഒരു സത്യം പറഞ്ഞു. എന്തുകൊണ്ട് ഈ പിണറായി വിജയൻ ജേക്കബ് തോമസിനെ വിളിച്ചു വരുത്തി? കാരണം ഈ അന്വേഷണം തുടങ്ങുന്നതിന് EP ജയരാജനെതിരെ. മറ്റൊന്ന്, ഈ ജേക്കബ് തോമസ് തനിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അല്ലേ,
ഞാനൊന്നും സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞില്ലേ? എവിടെ? അതായത് മുഖ്യമന്ത്രി പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് റഹീം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെയല്ല. പ്രേക്ഷകരും അങ്ങനെയാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധരിച്ചതാണ്. സർക്കാരിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. അങ്ങ് അതുകൊണ്ട് തെറ്റിദ്ധരിച്ചതാണ്. സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ, സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് പറഞ്ഞത്. കവി ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇ.പി. ജയരാജനെതിരെ അന്വേഷണത്തിന്റെ കവിതല്ലോ, ക്വിക്ക് ഞാൻ വെരിഫിക്കേഷൻ ഉദ്ദേശിച്ചത് തൊട്ടു മുമ്പിൽ ഒരു മിനിറ്റ്, കേരള നിയമസഭയിൽ നിങ്ങളുടെ ഒരു അംഗം ഉണ്ടായിരുന്നു, ഇതേവരെ ഒരു അക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇവരുടെ കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് സംസാരിക്കില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ട് സംസാരിക്കാലോ. ഈ ഉമ്മൻചാണ്ടിയുടെ ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ട് സംസാരിക്കാം. മാറിപ്പോയല്ലേ? വിജിലൻസ് ഡയറക്ടറെ മാറ്റാനുള്ള ശ്രമം മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ജേക്കബ് തോമസ് സത്യസന്ധനായതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെതിരെ ഈ ഫൈനാൻഷ്യൽ പരിശോധന റിപ്പോർട്ട് വന്നപ്പോൾ ആരാ വിട്ടത് അറിയാമല്ലോ? ആരാ വിട്ടത്? ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇടതുപക്ഷമായിരിക്കുമല്ലോ, സംശയം വേണ്ടല്ലോ. ഞാൻ പ്രേക്ഷകരുടെ അഭിപ്രായം തേടുകയാണ്. എങ്ങനെയാണ് തോന്നുന്നത്, ഉദ്യോഗസ്ഥർക്കെതിരെ രാഷ്ട്രീയ നേതൃത്വവും മാഫിയകളും എല്ലാം ബന്ധപ്പെടുമ്പോൾ എന്ത് മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും? കറപ്ഷൻ എന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഒന്ന്, പാരഫെർനാലിയ ടു ആക്ച്വലി സോൾവ് ദിസ് എൻറ്റയർ പ്രോബ്ലം ഓഫ് കറപ്ഷൻ. ഇപ്പം സാർ പറഞ്ഞ പോലെ നെസസറി വളരെ അണ്ടർസ്റ്റാഫ്ഡായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വിജിലൻസ്. ഇപ്പോൾ സ്റ്റാഫിംഗ് ഇല്ലെങ്കിൽ ആ ഡെലിഗേഷൻ വർക്ക് ശരിയായിട്ട് നടക്കില്ല. ഒന്ന്. സെക്കൻഡ്ലി, പൊളിറ്റിക്കൽ വിൽ വേണം. ഏത് പൊളിറ്റിക്കൽ പാർട്ടി പവറിൽ വന്നാലും ശരി, പക്ഷേ അത് സോൾവ് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ വിൽ നെസസറി ഇതുവരെ ആരും നമ്മൾ കണ്ടിട്ടില്ല, അത് വിറ്റ്നസ് ചെയ്തിട്ടില്ല. അപ്പോൾ അൺടിൽ ആൻഡ് അൺലെസ് ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് സീ എനി ബ്രൈറ്റ് ഫ്യൂച്ചർ.